ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പൊ നമ്മള് കോസ്റ്റിംഗിലെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സർവീസ് കോസ്റ്റിംഗ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ചില അഡ്ജസ്റ്റ്മെന്റുകളും അതേപോലെ സ്റ്റേറ്റ്മെന്റ് വരച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ടോട്ടൽ കോസ്റ്റും കാണുക എന്നുള്ളതാണ് നമ്മളൊന്ന് നോക്കുന്നത്. ഓക്കെ, ഇതിൽ വരുന്നത് ഡിപ്രീസിയേഷൻ ആണ് മെയിൻ ആയിട്ട് വരുന്നത്. കാൽക്കുലേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ പെർ കിലോമീറ്റർ ഓർ മൈൽ, അതായത് പെർ കിലോമീറ്ററിൽ എത്ര ഡിപ്രീസിയേഷൻ വന്നു അല്ലെങ്കിൽ പെർ മൈൽ എത്ര ഡിപ്രീസിയേഷൻ വന്നു എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഒരു വെഹിക്കിള് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിംഗ് ആകുമ്പോൾ വണ്ടിയാണ് അല്ലെ. അപ്പൊ വണ്ടിക്ക് എത്രത്തോളം ഡിപ്രീസിയേഷൻ വരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാനാണ് ഇനി പോകുന്നത്. അപ്പോൾ ഇഫ് ദ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് നോട്ട് ഗിവൺ, അതായത് നമ്മൾക്ക് ഇത്ര പേഴ്സൻറ്റേജ് എന്ന് നമുക്ക് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ആസ് ഫോളോസ്. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം താഴെ തന്നിട്ടുള്ള ഇക്വേഷൻ പ്രകാരമാണ്. അതായത് ഡിപ്രീസിയേഷൻ ഈസ് ഇക്വൽ ടു കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് ഡിവൈഡ് ബൈ ലൈഫ് ഇൻ ഇയേഴ്സ്. ഓക്കെ, അതായത് നമ്മൾ സാധാരണ ഡിപ്രീസിയേഷൻ കാണുന്ന അതേ ഇക്വേഷൻ തന്നെയാണ് കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് ഡിവൈഡ് ബൈ ലൈഫ്. എത്ര ഇയർ ആണോ അത്ര ഇയർ. ഓക്കെ, ഇതാണ് നമുക്ക് റേറ്റ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ഡിപ്രീസിയേഷൻ പെർ മൈൽ ഓർ കിലോമീറ്റർ, അതായത് പെർ മൈലില് അല്ലെങ്കിൽ പെർ കിലോമീറ്ററിൽ ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് കാണുക എന്നുള്ളതാണ്. അത് കാണാനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഡിപ്രീസിയേഷൻ പെർ ആനം ഡിവൈഡ് ബൈ കിലോമീറ്റേഴ്സ് ഓർ മൈൽസ് റൺ പെർ ആനം. ഒരു വർഷത്തിലേക്ക് വരുന്ന ഡിപ്രീസിയേഷൻ എത്രയാണോ അതേ ഡിവൈഡ് ബൈ എത്ര കിലോമീറ്റർ അല്ലെങ്കിൽ എത്ര മൈൽസ് ഒരു വർഷത്തിൽ റൺ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് പെർ മൈൽ അല്ലെങ്കിൽ പെർ കിലോമീറ്റർ ഡിപ്രീസിയേഷൻ കിട്ടും. ഓക്കെ, ഇനി അതല്ലാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാണാവുന്ന വേറൊരു ഇക്വേഷൻ ആണ് കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് ഡിവൈഡ് ബൈ എഫക്റ്റീവ് ലൈഫ് ഇൻ കിലോമീറ്റേഴ്സ് ഓർ മൈൽസ്. എഫക്റ്റീവ് ലൈഫ് എത്രയാണ് അത് എന്ത് ചെയ്യുക, കോസ്റ്റിൽ നിന്ന് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇക്വേഷൻസ് വരുന്നത്. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് ലാസ്റ്റ് ഇക്വേഷൻ ആണ് പൊതുവെ നമ്മൾ എത്രയാണോ വാല്യൂ ആ ഒരു വെഹിക്കിളിന്റെ അല്ലെങ്കിൽ എത്രയാണോ കോസ്റ്റ് അത് മൈനസ് സ്ക്രാപ്പ് ഡിവൈഡ് ബൈ എഫക്റ്റീവ് ലൈഫ് എത്രയാണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണ് പൊതുവെ എന്തുണ്ടാവുക, ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണോ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് അതിന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിപ്രീസിയേഷൻ കാണുക. ഓക്കെ, അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദി ഫോളോയിങ് ഡാറ്റ കാൽക്കുലേറ്റ് ദ കോസ്റ്റ് പെർ മൈൽ ഓഫ് എ വെഹിക്കിൾ. ഒരു വെഹിക്കിളിന്റെ കോസ്റ്റ് പെർ മൈൽ, ഒരു മൈലിന് എത്ര കോസ്റ്റ് വരും എന്നുള്ളത് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. വാല്യൂ ഓഫ് എ വെഹിക്കിൾ 15,000, റോഡ് ലൈസൻസ് ഫോർ ദ ഇയർ 500, ഇൻഷുറൻസ് ചാർജസ് പെർ ഇയർ 100, garage rent per year 600, driver wages per month 200, cost of petrol per liter 0.80, അതായത് 8 പൈസ, miles per liter 8, proportion charge for tire and maintenance per mile 0.20, 2 പൈസ, estimated life 1,50,000 miles, estimated annual mileage 6,000 miles, ignore interest on capital. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇഗ്നോർ ചെയ്തു ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വെഹിക്കിളിന് എത്രയാണ് വെഹിക്കിളിന് പെർ മൈലിന് എത്ര കോസ്റ്റ് വരുന്നു എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് സ്റ്റേറ്റ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, ഏത് സ്റ്റേറ്റ്മെന്റാ, നമ്മള് സ്റ്റാൻഡിങ് ചാർജസ് അല്ലെ, ഫിക്സഡ് സ്റ്റാൻഡിങ് ചാർജസ്, മെയിൻ്റനൻസ് ചാർജസ്, ഓപ്പറേറ്റിംഗ് ചാർജസ്, എല്ലാ ചാർജസിലെയും കോസ്റ്റുകളൊക്കെ ചെയ്തിട്ട് കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം, പെർ മൈലിന് എത്ര അല്ലെങ്കിൽ എത്രയാണ് വെഹിക്കിളിന്റെ കോസ്റ്റ് പെർ മൈൽ എത്രയാണ് അല്ലെങ്കിൽ വെഹിക്കിളിന്റെ ടോട്ടൽ കോസ്റ്റ് എത്രയാണ് എന്നൊക്കെ കണ്ടുപിടിക്കും. അപ്പോൾ ഈ തന്നിട്ടുള്ള ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റിലേക്ക് എടുത്ത് കാണിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യം കാണിക്കുന്നത് ഫിക്സഡ് ഓർ സ്റ്റാൻഡിങ് ചാർജസ് ആണ്. ഫിക്സഡ് ഓർ സ്റ്റാൻഡിങ് ചാർജസിൽ ആദ്യമായിട്ട് നമ്മൾ എഴുതാൻ പോകുന്നത് എന്താണ്, ഡിപ്രീസിയേഷൻ ആണ് എഴുതാൻ പോകുന്നത്. കാരണം അതാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കാറ്. അപ്പോൾ ഡിപ്രീസിയേഷൻ ഫിക്സഡ് ഓർ സ്റ്റാൻഡിങ് ചാർജസിൽ വരുന്നതാണ്. കാരണം ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു ഇയറിലേക്കോ അല്ലെങ്കിൽ എത്ര ലൈഫ് ആ ലൈഫിലേക്കൊക്കെ ഫിക്സഡ് ആയിട്ടുള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ ഡിപ്രീസിയേഷൻ ആണ് നമ്മൾ ആദ്യം എഴുതിയിട്ടുള്ളത്. ഡിപ്രീസിയേഷൻ കാണാന് നമുക്ക് ഇവിടെ ഡിപ്രീസിയേഷൻ കാണാന് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്,
നമുക്ക് ക്വസ്റ്റ്യൻ അല്ല, എസ്റ്റിമേറ്റഡ് ലൈഫ് തന്നിട്ടുണ്ട് അല്ലെ, 1,15,000. ഓക്കെ, അപ്പൊ എസ്റ്റിമേറ്റഡ് ലൈഫ് എന്ന് പറയുന്നത് ഡിപ്രിസിയേഷൻ കാണുമ്പോൾ താഴെ വരുന്നതാണ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി കോസ്റ്റ് ആണ്, കോസ്റ്റ് ഓഫ് വെഹിക്കിൾ അല്ലെങ്കിൽ വാല്യൂ ഓഫ് വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ട് 15,000 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് സ്ക്രാപ്പ് എന്ന് പറയുന്ന ഒരു വേസ്റ്റേജ് അങ്ങനെ ഒരു ഇത് ഐറ്റം തന്നിട്ടില്ല. അപ്പൊ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. അപ്പോ പെർ യൂണിറ്റിന് എത്രയാണ് എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പൊ ഡിപ്രീസിയേഷൻ 15,000. Okay, 15,000 divided by 1,15,000. 15,000 divided by 1,50,000 നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 0.10 കിട്ടും അല്ലെ, 0.10. അപ്പൊ അതെന്ത് ചെയ്യുക, കോസ്റ്റ് പെർ യൂണിറ്റിൽ എഴുതുക. കാരണം ഇപ്പൊ കിട്ടിയിട്ടുള്ള എന്താണ്, കോസ്റ്റ് പെർ, അതായത് പെർ യൂണിറ്റിന് എത്ര കോസ്റ്റ് എന്നുള്ള ഡിപ്രീസിയേഷൻ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, 0.10. ഇനി നമുക്ക് ടോട്ടൽ കോസ്റ്റ് എന്നുള്ളത് നമുക്ക് ഇവിടെ ഒരു വർഷത്തേക്കാണ് നമുക്കുള്ളതാണ് കാണേണ്ടത്. അതായത് ആനുവൽ കോസ്റ്റ് ആണ്. ഒരു വർഷത്തേക്ക് എത്ര കോസ്റ്റ് വന്നു എന്നുള്ളതാണ് കാണേണ്ടത്. അപ്പോ നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടി, ഒരു യൂണിറ്റിന് എത്രയാണെന്നുള്ളത് കിട്ടി, ഡിപ്രീസിയേഷൻ 0.10 ആണ്. അപ്പോ നോക്കുക, എസ്റ്റിമേറ്റഡ് ആനുവൽ മൈലേജ് ഒരു വർഷത്തേക്ക് എത്രയാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്, 6,000 ആണ് എന്ത് ചെയ്യുന്നത്, എസ്റ്റിമേറ്റ് ചെയ്യുന്നത് അതിന്റെ മൈലേജ്. ഓക്കെ, അപ്പോ ആ 6,000 ഒരു വർഷത്തേക്ക് എത്രയാണോ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ നിന്ന് അതെന്ത് ചെയ്യണം, കോസ്റ്റ് പെർ യൂണിറ്റ് കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഓക്കെ, അതായത് എങ്ങനെ വരും, 6,000 നമ്മൾ ആനുവൽ കോസ്റ്റ് ആണ് കാണുന്നത്. അപ്പൊ ആനുവൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആനുവൽ ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യുന്ന എമൗണ്ട്, അതായത് എസ്റ്റിമേറ്റഡ് മൈലേജ് എത്രയാണോ അത് 6,000 ഇൻറ്റു 0.10, ഒരു യൂണിറ്റിന് 0.10 ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് എത്രയാണെന്നുള്ളതാണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചത്. അതായത് 600 യൂണിറ്റ് വരും. ഓക്കെ, 600 യൂണിറ്റ്. അപ്പൊ നമുക്ക് ഡിപ്രീസിയേഷന്റെ കേസ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താണ് വരുന്നത് നോക്കും. അതായത് അടുത്ത ഫിക്സ്ഡ് സ്റ്റാൻഡിങ് ചാർജസിൽ എഴുതാൻ പറ്റുന്ന ഐറ്റംസ് എന്താണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് നോക്കാം. അപ്പോ ഇവിടെ റോഡ് ലൈസൻസ് ഫീ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ അല്ലെ, അത് ഫിക്സ്ഡ് സ്റ്റാൻഡിങ് ചാർജസ് അല്ലേ, നമ്മൾ അതിന്റെ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റോഡ് ലൈസൻസ് ഫിക്സ്ഡ് ചാർജ് ആണ്. അതേപോലെ ഇൻഷുറൻസ് ചാർജ് ഫിക്സ്ഡ് ചാർജ് ആണ്. ഗാരേജ് റെന്റ് പെർ ഇയർ അതും ഫിക്സ്ഡ് ചാർജ് ആണ് അല്ലെ. ഡ്രൈവേഴ്സ് വേജ് പെർ മന്ത് അതും ഫിക്സ്ഡ് ചാർജ് ആണ്. കോസ്റ്റ് ഓഫ് പെട്രോൾ അത് ഫിക്സ്ഡ് ചാർജ് അല്ല. അപ്പൊ ഇതുവരെ ഉള്ളതൊക്കെ ഫിക്സ്ഡ് ചാർജസ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ എഴുതാം. അതായത് റോഡ് ലൈസൻസ്, ഓക്കെ, റോഡ് ലൈസൻസ് ഫീ എന്ന് പറയുന്നതിന്റെ ഒരു വർഷത്തേക്ക് റോഡ് ലൈസൻസ് ഫീ ചെയ്യുന്നത് എത്രയാണ്, 500. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെർ യൂണിറ്റിന് എത്രയായിരിക്കും, അതായത് എന്ത് ചെയ്താൽ മതി, നമ്മള് ഒരു വർഷത്തേക്ക് വരുന്ന റോഡ് ലൈസൻസ് ഫീ അതായത് 500 ഡിവൈഡ് ബൈ ഒരു വർഷത്തേക്ക് എസ്റ്റിമേറ്റ് ചെയ്യുന്ന മൈലേജോട് ഡിവൈഡ് ചെയ്യാം, 6,000 അല്ലെ, ഒരു വർഷത്തേക്ക് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അപ്പോ അതിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടും. ഇവിടെ നമ്മൾ ഇൻറ്റു ചെയ്യാൻ കാരണം കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോ ഒരു വർഷത്തേക്ക് എത്രയെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആദ്യത്തേൽ ഇൻറ്റു ചെയ്തത്. ഇവിടെ നമുക്ക് ആനുവൽ കോസ്റ്റ് തന്നിട്ടുണ്ട്, അതിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് കാണേണ്ടത്. അപ്പൊ 6,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പൊ 0.08 വരും. ഓക്കെ, അടുത്തത് എന്താ, ഇൻഷുറൻസ് അല്ലെ, ഇൻഷുറൻസ് ചാർജ് ആണ്. ഇൻഷുറൻസ് ചാർജ് എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ 100 ആണ് തന്നിട്ടുള്ളത് അല്ലെ, 100. ഓക്കെ, അപ്പോ അതിന്റെ ഇതേപോലെ യൂണിറ്റ് കാണണം, കോസ്റ്റ് പെർ യൂണിറ്റ് കാണണം. അതായത് 100 ഡിവൈഡ് ബൈ 6,000. അപ്പൊ എത്ര വരും, 0.02 വരും അല്ലെ, 0.02. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഗാരേജ് റെന്റ് തന്നിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മൾ കൊടുക്കേണ്ടത്.
ഗാരേജ് റെന്റ്. ഗാരേജ് റെന്റ് ആണ് തന്നിട്ടുള്ളത്. അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഗാരേജ് റെന്റ് നമുക്ക് എത്രയാണ് എമൗണ്ട്? 600 ആണ് തന്നിട്ടുള്ളത് അല്ലെ. അപ്പോ അത് 600 ഡിവൈഡ് ബൈ 6000 ആനുവൽ എമൗണ്ട് ആണ്, കോസ്റ്റ് ആണ് 600 എന്ന് പറയുന്നത്. അതിന്റെ അത് എന്തോട് ഡിവൈഡ് ചെയ്യുക? 6000 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് 0.10 600 into 6000 ആണല്ലോ. ഓക്കെ, അപ്പോ അത് കിട്ടി. അടുത്തത് ഒരു ഐറ്റം കൂടി ഉണ്ട് അല്ലെ. ഡ്രൈവേഴ്സ് വേജ് പെർ ഇയർ. ഡ്രൈവേഴ്സ് വേജ് പെർ ഇയർ. ഓക്കെ, ഡ്രൈവേഴ്സിന്റെ വേജ് എന്ന് പറയുന്നത് ഒരു വർഷത്തേക്ക് എത്രയാണെന്ന് പറയുന്നത്? 2400. ഓക്കെ, അതിനെ നമ്മൾ 600 ഒരു യൂണിറ്റ് കാണാൻ, പെർ യൂണിറ്റ് കാണാൻ 600 ഡിവൈഡ് ചെയ്യാം. 2400 ഡിവൈഡ് ബൈ 6000 കൊണ്ട് കേട്ടോ. അതായത് അതിന്റെ യൂണിറ്റ് നമുക്ക് എത്ര കിട്ടും? 0.40. ഓക്കെ, 0.40. ഇവിടെ ചില വാല്യൂ കാണുമ്പോൾ ഒരുപാട് ലാർജ്, അതായത് 0.0166 അങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് റൗണ്ട് ചെയ്തിട്ട് ഇപ്പൊ 0.0166ന് 0.02 ആക്കിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ റൗണ്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അത് നമ്മുടെ ഫിക്സഡ് സ്റ്റാർട്ടിങ് ചാർജസ് കഴിഞ്ഞു. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ ടോട്ടലില് ഇവിടെ ടോട്ടൽ വരിക 4200 വരും ടോട്ടല്. അതേപോലെ കോസ്റ്റ് പെർ യൂണിറ്റിന്റെ ടോട്ടൽ ചെയ്യുക. കോസ്റ്റ് പെർ യൂണിറ്റിന്റെ ടോട്ടൽ ചെയ്യുമ്പോൾ 0.70 വരും. ഓക്കെ, 0.70. ഓക്കെ, അപ്പൊ നമ്മൾ അത് കഴിഞ്ഞു. ഫിക്സഡ് സ്റ്റാൻഡിങ് ചാർജസ് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ മെയിൻ്റനൻസ് ചാർജ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മെയിൻ്റനൻസ് ചാർജിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നോക്കാം. മെയിൻ്റനൻസ് ചാർജിൽ, അതായത് നമ്മളെ ഫോർമാറ്റ് പ്രകാരം മെയിൻ്റനൻസ് ചാർജിൽ വരും എന്തൊക്കെയാണ്? റിപ്പയേഴ്സും അതേപോലെ മെയിൻ്റനൻസ്, ടയേഴ്സ്, ട്യൂബ്സ്, അതേപോലെ പെയിന്റിങ്, ഗാരേജ് എക്സ്പെൻസ്, ഓവർഹെഡ്, ക്ലീനിങ്, അങ്ങനത്തെ ഐറ്റംസ് ആണ് എന്തിൽ വരിക? മെയിൻ്റനൻസ് ചാർജിൽ വരാം. ഓക്കെ, നമുക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. ഓക്കെ, അപ്പോൾ നോക്കാം. ക്വസ്റ്റ്യനില് നമുക്ക് നമ്മളിപ്പോൾ ഡ്രൈവേഴ്സ് വേജ് വരെ എഴുതി. കോസ്റ്റ് ഓഫ് പെട്രോൾ പെർ ലിറ്റർ തന്നിട്ടുണ്ട്, അതുപോലെ മൈൽസ് പെർ ലിറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് എന്താണ് ഉദ്ദേശിക്കുന്നത്? പെട്രോൾ കോസ്റ്റ് ആണ്. ഓക്കെ, അത് നമ്മൾ ഇവിടെ എല്ലാം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിലാണ് എടുക്കുക. പിന്നെ തന്നിട്ടുള്ള പ്രൊപ്പോർഷണൽ ചാർജ് ഓഫ് ടയർ ആൻഡ് മെയിൻ്റനൻസ് പെർ മൈൽ തന്നിട്ടുണ്ട് അല്ലെ. അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ എടുക്കേണ്ടത് പ്രൊപ്പോർഷണൽ ചാർജ്, കോസ്റ്റ് ഓഫ് ടയർ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് പെർ മൈൽ എന്ന് പറഞ്ഞിട്ട് ഇതാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അതാണ് നമ്മൾ ഇതിന്റെ അണ്ടറിൽ എഴുതുന്നത്. ഓക്കെ, അതായത് എന്താണ്? കോസ്റ്റ് ഓഫ് ടയർ, കോസ്റ്റ് ഓഫ് ടയർ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് per mile. Maintenance per mile. ഓക്കെ, അപ്പോൾ പെർ മൈൽ മെയിൻ്റനൻസ് നമുക്ക് അതിന്റെ ഇതാണ് തന്നിട്ടുള്ളത്, എന്ത്? കോസ്റ്റ് പെർ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യില്ല, ആനുവൽ കോസ്റ്റ് ആയിട്ട് നമ്മൾ അത് എഴുതുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? അതിന്റെ എത്ര നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെഹിക്കിളിന്റെ കോസ്റ്റ് പെർ മൈൽ, അതായത്
പെർ മൈലിന് എത്ര കോസ്റ്റ് വന്നു എന്നാ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റിന്റെ മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ. നമ്മളിവിടെ ആനുവൽ കോസ്റ്റ്, ഇവിടെ ഫിക്സഡ് ചാർജിന്റെ എമൗണ്ടുകൾ തന്നത് നമ്മൾ ടോട്ടൽ ചെയ്ത് എഴുതി. നമുക്ക് അങ്ങനെ എമൗണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒന്നും നമുക്ക് എമൗണ്ട് തന്നിട്ടില്ല. എന്താ തന്നിട്ടുള്ളത്? നമുക്ക് യൂണിറ്റ് ആണ് തന്നിട്ടുള്ളത്, കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് മാത്രമായിട്ടാണ് എഴുതുന്നത്, 0.20. ഓക്കെ, അപ്പോ അത് കഴിഞ്ഞു. അത് നമുക്ക് ടോട്ടൽ ചെയ്യാം. നമ്മൾ അത് ടോട്ടൽ ചെയ്ത് എഴുതണം. അതായത് ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ വരിക? 0.90 അല്ലെ? ഇതാണ് ഇതിന്റെ ടോട്ടൽ വരിക. ഇനി നമുക്ക് വല്ല ഐറ്റം ഉണ്ടോ നമ്മൾ നോക്കാം. വല്ല ഐറ്റം ഉണ്ടോ നോക്കുക. അതായത് ഇവിടെ ഇനി നമുക്ക് ഉള്ളത് ഓപ്പറേറ്റിംഗ് ചാർജസ് ആണ്. ഓപ്പറേറ്റിംഗ് ചാർജസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇവിടെ എന്താണ് വരുന്നത്? നമുക്ക് ഇവിടെ പെട്രോൾ ചാർജ് തന്നിട്ടുണ്ട് അല്ലെ? അതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത് നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ഇവിടെ കോസ്റ്റ് ഓഫ് പെട്രോൾ പെർ ലിറ്റർ എന്ന് പറഞ്ഞിട്ട് 0.80 പൈസയാണ് പെർ ലിറ്ററിന് കോസ്റ്റ് വരുന്നത്. അങ്ങനെ ഒരു മൈലിൽ എത്ര ലിറ്റർ യൂസ് ചെയ്യുന്നുണ്ട്? 8 ലിറ്റർ നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ അതിന്റെ നമ്മൾ വാല്യൂ കാണുമ്പോൾ, അതായത് അതിന്റെ പെർ ലിറ്റർ പെർ യൂണിറ്റ് കാണണമെങ്കിൽ എങ്ങനെ ചെയ്യാം? അതായത് കോസ്റ്റ് ഓഫ് പെട്രോൾ പെർ മൈൽ കാണാൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യാം? താഴെ അതിന്റെ ഇക്വേഷൻ എഴുതാം. അതായത് എങ്ങനെ നമ്മൾ എഴുതാം? നമ്മൾ കോസ്റ്റ് ഓഫ് പെട്രോൾ പെർ മൈൽ എത്ര പെട്രോൾ കോസ്റ്റ് വന്നു എന്ന് കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ തന്നിട്ടുള്ള കോസ്റ്റ് ഓഫ് പെട്രോൾ പെർ ലിറ്ററിന് കോസ്റ്റ് എത്രയാണ് പെട്രോളിന്, അത് ഡിവൈഡ് ബൈ ഒരു മൈലിൽ എത്ര ലിറ്റർ നമുക്ക് വേണ്ടി വന്നു. അതായത് കോസ്റ്റ് ഓഫ് പെട്രോൾ പെർ ലിറ്റർ എന്ന് പറയുന്നത് 0.80 ആണ്. മൈൽസ് പെർ ലിറ്റർ, ഒരു മൈലിൽ എത്ര ലിറ്റർ വേണം? 8 ലിറ്റർ വേണം. ഓക്കെ, അപ്പൊ 0.80 ഡിവൈഡ് ബൈ 8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർ യൂണിറ്റ് എത്രയാണെന്നുള്ളത് കിട്ടില്ലേ? കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണെന്ന് നമുക്ക് കിട്ടില്ലേ? ഓക്കെ, അതായത് കോസ്റ്റ് ഓഫ് പെട്രോൾ പെർ മൈലിന് എത്രയാണെന്ന് കിട്ടുമല്ലോ. അപ്പോൾ അതാണ് നമ്മൾ കാണുന്നത്. അതായത് ഒരു എന്താ പറയാ 0.80 ആണ് എന്താ കോസ്റ്റ് ഓഫ് പെട്രോൾ പെർ ലിറ്റർ എന്ന് പറയുന്നത്. പെർ ലിറ്ററിന് 0.80 ആണ്. മൈൽസ് പെർ ലിറ്റർ എന്ന് പറഞ്ഞാൽ 8 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 0.80 ഡിവൈഡ് ബൈ 8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് പെട്രോൾ പെർ മൈൽ കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ എഴുതുന്നത്. അതായത് എത്ര വരും? 0.10 വരും. ഓക്കെ, അപ്പോൾ ഇനി ഇത് ടോട്ടൽ ചെയ്ത് എഴുതാം. അതായത് നമ്മൾ ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ നമ്മൾ ഈ വാല്യൂ ടോട്ടൽ ചെയ്യാണ്. അതായത് ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര വരും? ഇവിടെ 1 എന്ന് വരും. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 1. ഓക്കെ, അതായത് എങ്ങനെയാണ് നമ്മൾ ഈ ടോട്ടൽ എമൗണ്ട് കാണിക്കാം? കോസ്റ്റ് ഓഫ് റണ്ണിങ് the vehicle per mile. അതായത് ആ വെഹിക്കിള് പെർ മൈൽ റൺ ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, 1 കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കുക. നമ്മൾ ഫിക്സഡ് സ്റ്റാൻഡിങ് ചാർജസിൽ കാണിച്ചു. നമുക്ക് എമൗണ്ടുകൾ തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിച്ചു. അതേപോലെ മെയിൻ്റെനൻസ് ചാർജിൽ ഇവിടെ ടയർ റിപ്പയർ മാത്രമേ തന്നിട്ടുള്ളൂ. അതിന്റെ യൂണിറ്റ് ആണ് നമുക്ക് തന്നുള്ളത്. അത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എഴുതി. അതിനുശേഷം നമ്മൾ കോസ്റ്റ് ഓഫ് പെട്രോൾ പെർ മൈൽ കണ്ടു. കോസ്റ്റ് ഓഫ് പെട്രോൾ പെർ മൈൽ കാണാനാണ് നമ്മൾ ചെയ്തത്. അതായത് പെർ ലിറ്ററിന് എത്രയാണ്, അത് ഡിവൈഡ് ബൈ ഒരു മൈൽ എത്ര പെട്രോൾ വേണം ചെയ്തു. അപ്പൊ നമുക്ക് കോസ്റ്റ് ഓഫ് പെട്രോൾ പെർ മൈൽ കിട്ടി 0.10. അങ്ങനെ ടോട്ടൽ ചെയ്ത് എഴുതി. യൂണിറ്റ് കോസ്റ്റ് പെർ യൂണിറ്റുകൾ ടോട്ടൽ ചെയ്ത് എഴുതിയപ്പോൾ നമുക്ക് 1 ആണ് കിട്ടിയത്. അതായത് കോസ്റ്റ് ഓഫ് റണ്ണിങ് ദ വെഹിക്കിൾ പെർ മൈലിന്
1 ആണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളോട് അതായത് എന്ത് ചോദിച്ചാൽ ഇതേപോലെ എത്രയാണ് കോസ്റ്റ് പെർ മൈലിന്, വെഹിക്കിളിന്റെ കോസ്റ്റ് പെർ മൈൽ എത്രയാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എത്രയാണ് എന്നൊക്കെ ചോദിച്ചാൽ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് വരച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്.